സ്ഥലം മാറ്റത്തിന് പിന്നാലെ കണ്ണൂർ ചൊക്കളി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപലേഖ കുഴഞ്ഞു വീണ് മരിച്ചതിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. മാനദണ്ഡങ്ങൾ മറികടന്ന് അന്യായമായ സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നുവെന്നാണ് ആരോപണം. ചൊക്കളി FHSCയിൽ എത്തിയിട്ട് 3 മാസം മാത്രമായിരുന്ന ദീപലേഖയെ മട്ടന്നൂരിലേക്കും പിന്നീട് പിണറായിയിലേക്കും മാറ്റി ഉത്തരവിറക്കിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി പരിഗണിക്കാതെയാണ് സ്ഥലം മാറ്റം നടപ്പാക്കിയതെന്നും ആ മനോവിഷമമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് ആരോപണം. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ആശാലതയുടെ കാര്യം അരുൺ പുപ്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ ദീപലേഖയുടെ കാര്യത്തിൽ ആ മരണം അത് സ്വാഭാവികമായ ആരോഗ്യ പ്രശ്നം കൊണ്ടുണ്ടായ മരണമല്ല, പകരം ഈ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചതാണ്. അതിൽ പ്രതിഷേധം ശക്തമാവുകയാണോ? എന്താണ് പ്രതിഷേധിക്കുന്നവർ പറയുന്നത്? അർജുൻ കല്യാട്. ഡോക്ടർ തീർച്ചയായിട്ടും കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കടക്കുക എന്നുള്ളതാണ് മറ്റ് ഇടതുപക്ഷ സർവീസ് സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ണൂരിൽ അടക്കമുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ DMO ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നു. എന്തായാലും ഈ പറയുന്ന എല്ലാ സർവീസ് സംഘടനാ ഭാരവാഹികളും ദീപലേഖയുമായി അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഇത് കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാറ്റമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യുന്നത് പോലെ ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ ആദ്യം പിണറായിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നു, പിന്നീട് മട്ടന്നൂരിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ ഒരു 3 മാസത്തെ ഇടവേളയിലൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന ആവശ്യം എന്താണ്? അതും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് DMOക്കടക്കം അപേക്ഷ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിഗണന നൽകണമെന്നുള്ള അപേക്ഷ നൽകിയ പശ്ചാത്തലത്തിൽ കൂടി ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം നൽകുക എന്ന് പറയുന്നത് അത് തീർത്തും രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന സംഘടനാ ഭാരവാഹികളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരെല്ലാം പറയുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ ദീപലേഖയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10:30 ചൊക്ലി FHSCയിൽ ഈ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വന്തം നാടായിട്ടുള്ള കോഴിക്കോട് ഓർക്കാട്ടേരിയിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. ഈ സംഭവത്തിന് ശേഷം ഈ കുടുംബം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനോവിഷമം പങ്കുവച്ചിരുന്നു എന്നുള്ള കാര്യമാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്. കൃത്യമായും ഇത് ഈ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായി അതിലുണ്ടായിട്ടുള്ള മനോവിഷമത്തിലാണ് ഈ കുഴഞ്ഞു വീണ് മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്നാണ് കുടുംബവും അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളുമൊക്കെ പങ്കുവെക്കുന്ന വിവരം. ഡോക്ടർ അരുൺ.